മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പൗലോസിൻ്റെ തെസ്സലോനിക്ക സഭയിലുള്ള സുവിശേഷ പ്രവർത്തനം ഏത് രീതിയിലായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അത് ഫസ്റ്റ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 2 എടുത്തിട്ട് അതിൽ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിച്ചിട്ടാണ് പറഞ്ഞത്. അതിൽ 3 കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത്. ഒന്ന്, സുവിശേഷം ഒപ്പോസിഷൻ്റെ മധ്യത്തിൽ പ്രസംഗിച്ചു എന്നുള്ളത്. രണ്ടാമത്, ഹോളിനെസ് ഇൻ ദ മിനിസ്ട്രി, വിശുദ്ധിയോടുകൂടിയുള്ള ശുശ്രൂഷ. മൂന്നാമത്, അപ്രൂവ്ഡ് ബൈ ഗോഡ്, ദൈവം അപ്രൂവ് ചെയ്ത ഒരു ശുശ്രൂഷയായിരുന്നു. ഇതെന്താ പറയുന്നത് ചോദിച്ചാൽ, നമ്മുടെ ശുശ്രൂഷകളും ഇതേ ഒരു മാനറിൽ ആകണം എന്നുള്ളത് കൊണ്ടാണ് അതങ്ങനെ പറയുന്നത്. പ്രത്യേകിച്ചും ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. നമ്മുടെ ശുശ്രൂഷകൾ ഈ രീതിയിലാണെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് പറ്റും. ചിലപ്പോൾ ദൈവത്തിനൊന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. നിങ്ങളങ്ങ് വലിയ പ്രവർത്തനമായിരിക്കും, എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവത്തിനൂടെ പ്രവർത്തിക്കാനുള്ള ഒരു അവസരം അതിനകത്ത് കൊടുത്തില്ലെങ്കിൽ ആ ശുശ്രൂഷ കൊണ്ടും പ്രയോജനമില്ലല്ലോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കാട്ടിക്കൂട്ടി എന്നുള്ളതിനൊക്കെ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ ട്യൂൺ അനുസരിച്ച്, ദൈവം വർക്ക് ചെയ്യുന്നതനുസരിച്ച്, ദൈവത്തിൻ്റെ അപ്രൂവൽ അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ളത് നമ്മൾ മറന്നുപോയത്. അപ്രൂവ്ഡ് അൺ ടു ഗോഡ്. നമ്മുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ, നമ്മുടെ മറ്റുള്ള ദൈവവചനത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ആ രീതിയിലായിരിക്കണം. നാലാമത് കാണുന്നത് 7-ാം വാക്യവും 11-ാം വാക്യത്തിലും ഉള്ള 2 കാര്യങ്ങളാണ്. ഒന്നിൽ പേരൻ്റൽ ലവ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. 7-ാം വാക്യത്തിൽ ഒരമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവനായിരുന്നു ഒരമ്മ. 11-ാം വാക്യത്തിൽ ഞാനത് ചേർത്ത് പറയുന്ന കാര്യം നമുക്ക് അത് മനസ്സിലാക്കാൻ, ഒരപ്പൻ, 11-ാം വാക്യത്തിൽ അങ്ങനെയാണ്, ഒരപ്പൻ മക്കളെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒരപ്പൻ്റെയും അമ്മയുടെയും റോള് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. നമുക്ക് അറിയാൻ വയ്യാത്തവർക്ക് അതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സുവിശേഷ പ്രവർത്തനത്തിനകത്തല്ല, ശരിക്കുമുള്ള അപ്പൻ്റെ അമ്മയുടെ റോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അമ്മ എന്താ കാണിക്കേണ്ടത്, അമ്മ എങ്ങനെയായിരിക്കേണ്ടത്, റോൾ ഓഫ് മദർ. 7-ാം വാക്യത്തിൽ അമ്മ കുഞ്ഞുങ്ങളെ പോറ്റും, ആർദ്രതയുള്ളവരാണ്. ഓക്കെ, അമ്മയുടെ ക്വാളിറ്റിയാണത്. നേഴ്സിംഗ് ആൻഡ് കമ്പാഷൻ. നേഴ്സിംഗ് ആൻഡ് കമ്പാഷൻ. അമ്മയ്ക്ക് ഈ 2 ക്വാളിറ്റി വേണം. അമ്മമാരെന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. നേഴ്സ് ചെയ്യാൻ, പോറ്റി പുലർത്താനായിട്ട്. കമ്പാഷൻ അപ്പന്മാരുടെ ക്വാളിറ്റിയാണ് 11-ാം വാക്യത്തിൽ പറയുന്നത്. അതെന്താണ്? 11 12. പ്രബോധിപ്പിക്കുക, ഉത്സാഹിപ്പിക്കുക, സാക്ഷ്യം പറയുക. പോൾ ആ രീതിയിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ എന്നൊന്നും ചോദിക്കരുത്. ഇത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. പ്രബോധിപ്പിക്കുക, കുഞ്ഞുങ്ങളെ നമ്മൾ പ്രബോധിപ്പിക്കണം. മക്കളെ പ്രബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എക്സോർട്ട് ചെയ്യുക. എക്സോർട്ടിങ്, എൻകറേജിങ് ആൻഡ് ഇംപ്ലോറിങ് എന്നാണ് വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. എക്സോർട്ടിങ്, എൻകറേജിങ് ആൻഡ് ഇംപ്ലോറിങ്. അവരെ കംഫർട്ട് ചെയ്യുക, അവരെ ആശ്വസിപ്പിക്കുക, അവരെ ഉത്സാഹിപ്പിക്കുക, അവരെ പ്രബോധിപ്പിക്കുക, സാക്ഷ്യം പറയുക. ഈ പിള്ളേരെയൊക്കെ നമ്മൾ എൻകറേജ് ചെയ്യണം. പൊതുവെ അപ്പന്മാരുടെ പറയുകയാണ്, പിള്ളേരെ എൻകറേജ് ചെയ്യണം. അവരെന്തെങ്കിലും ഒരു കാര്യം, നല്ല കാര്യം ചെയ്താൽ അവരെ എൻകറേജ് ചെയ്യുകയും അവരെ ഉത്സാഹിപ്പിക്കുകയും അവരെക്കുറിച്ച് നല്ല കാര്യങ്ങൾ വേറെ ഏതെങ്കിലുമൊക്കെ കമ്മ്യൂണിറ്റിയിലോ ഏതെങ്കിലും മീറ്റിങ്ങിലോ നമ്മുടെ പിള്ളേരെ പൊക്കുക എന്നുള്ളതല്ല, അവരെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്ത് അവരുടെ ചെവിയിൽ അത് വന്നു കഴിയുമ്പോഴേ എൻ്റെ അപ്പൻ ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ എന്ന് പറയും. ഇത് ഒരു പേരൻ്റൽ ലവ് ആണ്. അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം പ്രദർശിപ്പിക്കുന്ന കാര്യമാണ്. ശുശ്രൂഷയിലും അങ്ങനെ തന്നെയാണ് ആവശ്യം. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ശുശ്രൂഷകളിലെ ഒരു പേരൻ്റൽ ലവ് ആൻഡ് കെയർ നമ്മുടെ ശുശ്രൂഷയിലേക്ക് കൊടുക്കണം. പഴയ നിയമത്തിലെ തുമ്പുകെട്ട ഇടയൻ എന്നൊക്കെ പറഞ്ഞ് സക്കരിയാവിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെയല്ല, ആടിനെ ഏതെങ്കിലും രീതിയിൽ നടത്തുകയല്ല, ആടുകളെ ചെന്നായ്ക്കളോട് മുമ്പിലേക്ക് തള്ളിവിടുകയല്ല, ആളുകളെ കുഴി കാണുമ്പോൾ അത് പോയി വീഴട്ടെ എന്ന് പറയല്ല.
ആളുകളെ കെയർ ചെയ്ത് മാറോട് ചേർത്ത് അണച്ച് കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ. MBA പഠിച്ചവരെന്താ ചെയ്യുന്നത്? 100 ആടിലെ ഒരെണ്ണം പോയി കഴിഞ്ഞാൽ 99 ആദ്യം അവർ സെക്യൂർ ആക്കും. ഇനി അത് നഷ്ടപ്പെട്ടു പോരുതല്ലോ, സെക്യൂർ ആക്കും. സെക്യൂർ ആക്കിയിട്ടേ ഒരെണ്ണത്തെ തിരയാൻ പോവുള്ളൂ. എന്നാൽ ഇടയൻ എന്താ ചെയ്തേ? 99 വിട്ടിട്ടാ പോയതിനെ തിരഞ്ഞു. അതാ കാണാതെ പോയതിന് അത്ര ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്. അത് ഈ ആടിൻ്റെ ഒരു കാര്യമായിട്ട് എടുക്കണ്ട. നോർമലി ഒരാൾ ലോസ്റ്റ് ആയാൽ അത്ര വാല്യൂ ആണ് അതിനുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. യേശു അതുകൊണ്ടാണ് പറഞ്ഞു, ഒരു മനുഷ്യൻ സർവ്വ ലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ഒരു ആത്മാവിൻ്റെ വാല്യൂ സർവ്വ ലോകത്തിൻ്റെ വിലയേക്കാളും കൂടുതലാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയാൽ നിങ്ങൾ ഇവിടെ ഇരിക്കില്ല, പറക്കും. അതാണ് മനുഷ്യൻ. ദൈവത്തിൻ്റെ ആത്മാവ് അവനെ അങ്ങോട്ട് എന്താ ശക്തിയോടുകൂടി അങ്ങോട്ട് മുമ്പോട്ട് പോകാനായിട്ട് പുഷ് ചെയ്ത് വിടും. അത് നമ്മൾ റിയലൈസ് ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പോള് എന്താ പറഞ്ഞ്, ഞാൻ കർത്താവിന് വേണ്ടി എന്ത് ത്യാഗം സഹിപ്പാനും പ്രിപ്പയർ ആയി, സകലതും ചപ്പും ചവറും എന്നുണ്ടെന്നു പറഞ്ഞു. എല്ലാം ചപ്പും ചവറും എന്നുണ്ടെന്നു. എന്തൊക്കെ ഉപേക്ഷിക്കാമോ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാണ്. ഫസ്റ്റ് പ്രയോറിറ്റി മൈ ഗോഡ്, മൈ സേവിയർ. ഇവിടെ പേരൻ്റൽ ലവ് കാണിക്കാം. മക്കളെ സ്നേഹിക്കുന്നത് പോലെ പിതാവും മാതാവും മക്കളെ സ്നേഹിക്കുന്നത് പോലെ ശുശ്രൂഷയെ സ്നേഹിച്ച് വളർത്തുക. പ്ലീസ് ഹിയർ ഡിയർ പാസ്റ്റേഴ്സ്, ഡിയർ എൽഡേഴ്സ്, ഡിയർ ചർച്ച് ലീഡേഴ്സ്, നമ്മളിത് കേൾക്കുക, മനസ്സിലാക്കുക. ഇങ്ങനൊരു ശുശ്രൂഷ ചെയ്യാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പേരൻ്റൽ ലവ് ഫോർ ദ മിനിസ്ട്രി. ഇനി 5ാമത്തെ പോയിന്റിലേക്ക് ഞാൻ വരാം. പെട്ടെന്ന് സമയം 15 മിനിറ്റ്, സമയം 15-20 മിനിറ്റ് കൊണ്ട് പറയണമല്ലോ. 5ാമത്തെ ലവ് ഫോർ ദ മിനിസ്ട്രി, 8ാമത്തെ വാക്യത്തിൽ അത് പറയുന്നുണ്ട്. ലവ് ഫോർ ദ മിനിസ്ട്രി. നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകയാൽ ഞങ്ങളുടെ പ്രാണനും കൂടി വെച്ച് തരുവാൻ ഒരുക്കമായിരിക്കും. ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാണൻ വെച്ച് തരിക, ജീവനിൽ കൊടുക്കുന്ന സ്നേഹം. കൂട്ടുകാരന് തൻ്റെ ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. യേശുക്രിസ്തു പഠിപ്പിച്ചാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് പ്രമാണിച്ച നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിൻ്റെ കൽപ്പനകളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ജീവൻ കൂടി വെച്ചു കൊടുക്കുന്ന സ്നേഹം ശുശ്രൂഷയുടെ മുഖത്തെ നിങ്ങൾക്കുണ്ടാവും. അടിയും പിടിയൊന്നും കിട്ടിയാലൊന്നും ഒന്നും പേടിക്കത്തില്ല. സർക്കാർ നിയമം ഉണ്ടാക്കിയാലും പേടിക്കത്തില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, എല്ലാവർക്കും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കാം. ദാനിയേലിൻ്റെ സമയത്ത് പ്രാർത്ഥിച്ച് നിയമമൊക്കെ മാറ്റിച്ചെഴുതിയാണ്. അങ്ങനെ ഒരു ദൈവം ഇപ്പോഴും ജീവിക്കുന്നു. അവിടെ നമുക്ക് പ്രാർത്ഥിക്കാൻ. ദൈവം വലിയ വലിയ അത്ഭുതങ്ങൾ ഈ ദിവസങ്ങൾ ചെയ്യും. അതുകൊണ്ട് മിനിസ്ട്രിയെ സ്നേഹിക്കുക എന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ പറഞ്ഞ പേരൻ്റൽ ലവ് കാണിക്കുകയാണെങ്കിൽ അതുപോലുള്ളൊരു സ്നേഹം, അതിലും വലിയൊരു സ്നേഹമാണ് ജീവൻ കൊടുക്കുന്ന. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാനായിട്ട് മാതാപിതാക്കൾ പലപ്പോഴും പ്രിപ്പയർഡ് ആവും. ചിലരാവുമായിരിക്കാം, എല്ലാവരും ആവണമെന്നില്ല. എന്നാൽ ഇത് അതിലും വലിയൊരു സ്നേഹം. അതെന്തോ സ്നേഹമാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ പൂർണ്ണമായിട്ടില്ലാത്ത സ്നേഹം. കർത്താവ്, ഞാൻ കർത്താവുമായിട്ട് ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നുമില്ല, എനിക്കൊന്നും പറയാനായിട്ടില്ല. എനിക്ക് ആകെ ഒരേ അംബീഷനേ ഉള്ളൂ, ആരെയെങ്കിലും ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് നടത്തുക എന്നുള്ളത്. അത് മാത്രം ഒരു അംബീഷനേ ഉള്ളൂ എൻ്റെ മുമ്പിൽ. അത് മാത്രമേ ഉള്ളൂ. ഓൺലി വൺ എയിം. A.W. ടോസർ പറഞ്ഞ കാര്യം പറഞ്ഞല്ലോ, ഓൺലി വൺ ഡെസ്റ്റിനേഷൻ, ഓൺലി വൺ എയിം, ഓൺലി ലുക്കിംഗ് ഫോർവേഡ്. മുമ്പോട്ട് മാത്രം യാത്ര ചെയ്യാനായിട്ടുള്ള, ദൈവത്തിനെ നോക്കിയുള്ള യാത്ര മാത്രം. അത് മാത്രമേ ഉള്ളൂ. 6ാമത്തെ കാര്യം വാക്യം 9 പറയുന്നുണ്ട്, സഹോദരന്മാരെ, ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുവല്ലോ. നിങ്ങൾ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ രാവും പകലും വേല ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. ഇത് വലിയൊരു കാര്യമാണ്. ഇന്ന് നമുക്കറിയാം, ഇന്ന് യൂട്യൂബ് ചാനലിലൊക്കെ ഒരുപാട് ക്രിറ്റിസിസം വരുന്നൊരു സെക്ടറാണ്. എല്ലായിടവും നമ്മൾ നോക്കിയല്ലേ, ശുശ്രൂഷക്കാരുടെയൊക്കെ ഒരു റിക്വസ്റ്റാണ്,
നിങ്ങൾ താഴെ പറയുന്ന അക്കൗണ്ടിലോട്ട് പൈസ അയയ്ക്കുക, നിങ്ങൾ താഴെ പറയുന്ന രീതിയിൽ ഞങ്ങളെ സഹായിക്കുക, സ്കാൻ ചെയ്ത് അയക്കുക. ഞാൻ അതിനകത്ത് കുറ്റം പറയില്ല, കാരണം ശുശ്രൂഷയ്ക്ക് ആവശ്യമാണ്, പണം ആവശ്യമാണ്, അതൊക്കെയാണ്, എല്ലാം ആവശ്യമാണ്, എല്ലാം പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ശുശ്രൂഷ നടക്കത്തില്ല. കാരണം ഒരുപാട് സ്റ്റാഫ് കാണും, ഒരുപാട് മെയിൻ്റനൻസ് എക്സ്പെൻസ് കാണും. അതൊക്കെ ചെയ്യാനായിട്ടൊക്കെയുള്ള ഈ നാളിൽ ഒരുപാട് ആവശ്യമാണ്. അതുപോലെ തന്നെ ദൈവത്തിന് കൊടുക്കാനും പഠിക്കണമല്ലോ. ദൈവത്തിൻ്റെ മക്കളെ ദൈവത്തിന് കൊടുക്കണം, അത് പഠിക്കണം. അത് വേണ്ടാന്നൊന്നുമല്ല പറയുന്നത്, ദൈവത്തിന് കൊടുക്കുകയും അത് മനസ്സിലാക്കുകയും പഠിക്കുകയൊക്കെ വേണം. എന്നാൽ പോളിൻ്റെ മിനിസ്ട്രി അങ്ങനെയല്ലായിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക. പോൾ എന്താ ചെയ്തേ? കൂടാരപ്പണി എടുത്ത് ജീവിച്ച ഒരു വ്യക്തിയാണ്, കൂടാരപ്പണി ചെയ്താണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങൾ രാവും പകലും വേല ചെയ്ത്, ഞങ്ങളുടെ കൈകൊണ്ട് വേല ചെയ്ത് നിങ്ങൾക്കാർക്കും ഭാരമായി തീരരുതേ എന്ന് വെച്ചു. ആദിമസഭയിലെ എല്ലാവരും കൂടിയ സമയത്ത് അവരുടെ മുതലുകളെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. എല്ലാം പൊതുമുതൽ നെണ്ണി സ്നേഹത്തോടെ. ആ സമയത്ത് എന്താ സംഭവിച്ചത്? അങ്ങനെ വന്നപ്പോഴും അതിനകത്ത് ചില പാളിച്ചകൾ വന്നു. ജീവിക്കാനുള്ള മാർഗമില്ലാതെ പോയി. അവരെ പിന്നെ ആരെങ്കിലും സഹായിച്ചെങ്കിലേ പറ്റുള്ളൂ. കാരണം അവരുടെ ജീവിത മാർഗങ്ങളെല്ലാം ദൈവത്തിൻ്റെ സന്നിധി സമർപ്പിച്ചാണ്, ഒന്നുമില്ല. ഇന്നലെ പറഞ്ഞ പോലെ എലീശ അവരുടെ സ്വത്തെല്ലാം കളഞ്ഞ് കാളെ കൂടെ വേവിച്ച് അവൻ്റെ ഉപജീവനമാർഗം എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിയത്. അങ്ങനെ വരുമ്പോൾ അവരെ പോറ്റി പരിപാലിക്കേണ്ട ഉത്തരവാദിത്വം സഭയ്ക്കുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. സഭ ചെയ്യേണ്ടതാണ്. എന്നാൽ ഇവിടെ പോള് പറയുന്ന അതിനൊക്കെ ഒരു ഡിഗ്രി കൂടുതൽ പറയുക, ഞങ്ങൾ സ്വന്തം കൈയാൽ അധ്വാനിച്ചു, നിങ്ങളോടൊന്നും ചോദിച്ചില്ല. അത് മാത്രവുമല്ല, എൻ്റെ കയ്യിൽ അധ്വാനിച്ച് കിട്ടിയ പണം കൊണ്ട് ഞാൻ സഭയും നടത്തി എന്ന് പോള് പിന്നെ പറയുന്നുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാൻ കൂടി ആയി തീർന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും മറ്റുള്ളവർക്കൊരു ബേർഡനായി തീരരുത് മിനിസ്ട്രി. ഇന്ന് ചെറിയ സ്ഥല സഭകൾ, ലോക്കൽ ചർച്ചസ് പലയിടത്തും ഉണ്ട്. എന്നാൽ ചില സഭകളൊക്കെ ഇന്ന് പലർക്കും ഒരു അവിടുത്തെ ചെല്ലുന്ന ആളുകൾക്ക് ഭാരമായി തീരുന്ന രീതിയിലുള്ള പ്രോജക്റ്റുകളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അത് ദൈവഹിതപ്രകാരമാണോ എന്നൊക്കെ അവർ തന്നെ ചിന്തിക്കട്ടെ. എന്നാൽ എനിക്കിവിടെ പറയാനായിട്ടുള്ളത്, പൗലോസിൻ്റെ ശുശ്രൂഷയിലെ പണത്തിന് വേണ്ടി ഒരു ആഹ്വാനം കൊടുക്കുകയോ അതൊന്നും ചെയ്തില്ല. പൗലോസ് സ്വന്തം കൈയാൽ അധ്വാനിച്ചു എന്ന് കാണുന്നു. ശുശ്രൂഷയുടെ മുഖത്തും അധ്വാനിക്കുന്നവരെ അങ്ങനെയുള്ള കാര്യങ്ങളിലെ ശ്രദ്ധ പ്രത്യേകം കൊടുക്കണം എന്ന് ഈ തരുണത്തിൽ ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നുവെന്ന് മാത്രം. 7ാമത്തെ കാര്യം പറയാനായിട്ടുള്ള 13ാം വാക്യത്തിലാണ്. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ട് മനുഷ്യൻ്റെ വചനമല്ല സാക്ഷാലാകുന്ന പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതാണ് ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. സ്പീക്കിംഗ് ട്രൂത്ത്, നോട്ട് ഡയല്യൂട്ടഡ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം റൈറ്റായിട്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് തന്നു. അത് ഞാൻ ഡയല്യൂട്ട് ചെയ്തിട്ടില്ല. ഇന്ന് നമുക്കറിയാം, ഒരുപാട് പ്രസംഗങ്ങൾ, ഒരുപാട് സ്റ്റഡീസും ഒക്കെ പല സാഹചര്യങ്ങളിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. യൂട്യൂബ് ചാനൽ വഴിയും അല്ലാതെയൊക്കെ കേൾക്കുന്നുണ്ട്. എന്നാൽ റൈറ്റ് ഡിവിഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനം പറയേണ്ട പോലാണോ പറയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. പല സഭകൾ പല രീതിയിൽ പല മർമ്മങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. മർമ്മങ്ങളെക്കുറിച്ച് അതേ പറഞ്ഞു. അതങ്ങനെയാവണം. ബൈബിൾ എടുത്തിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഹെർമെനോട്ടിക്സിൽ പഠിക്കുമ്പോഴേ ഇൻ്റർപ്രിട്ടേഷൻ്റെ ചില കോണ്ടെക്സ്ച്വൽ ഇൻ്റർപ്രിട്ടേഷനും അല്ലാത്ത ഇൻ്റർപ്രിട്ടേഷനും ഒക്കെ ഉണ്ട്. അപ്പോഴേ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യുന്ന വചനമായിട്ട് നമ്മൾ പറയണം. എന്തിനാണ്? ഫോർ എക്സോർട്ടേഷൻ, എൻകറേജ്മെൻറ്റ് ആൻഡ് ഇംപ്ലോറിങ്. ആ ഒരു പർപ്പസിന് വേണ്ടി ആയിരിക്കണം ദൈവവചനം നമ്മൾ കൊടുക്കേണ്ടത്. മറ്റുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരിക, ദൈവവചനം റൈറ്റായിട്ട് ഡിവൈഡ് ചെയ്ത് അവരെ ബലപ്പെടുത്തുക, കർത്താവിൽ ഉറപ്പിക്കുക, മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവരെ സഹായിക്കുക. അന്നേരം അതിനകത്ത് ട്രൂത്തിനകത്ത് ഒരു ഡയല്യൂഷനും പാടില്ല. അവിടെ പൗലോസ് പറയുന്നതാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇറങ്ങിയ സുവിശേഷം പഥ്യമായിട്ടുള്ളത്, നിർമ്മലമായിട്ടുള്ള സുവിശേഷമായിരുന്നു. അത് മനുഷ്യൻ്റെ വചനമല്ല, സാക്ഷാലാകുന്ന ദൈവവചനമായിരുന്നു. അത് നിങ്ങൾ അതുപോലെ അക്സെപ്റ്റ് ചെയ്ത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പലപ്പോഴും ഒരു സസ്പീഷ്യസ് മൈൻഡോടുകൂടിയാണ് ദൈവവചനം കേൾക്കുന്ന പലരും.
കാരണം അത് ശരിയാണോ, അവർ കയറുന്നത് കേട്ടിട്ടുണ്ട്, അത് ശരിയാണോ? ഒരുപാട് കാര്യങ്ങളുണ്ട്. ബൈബിളിലെ വാക്യങ്ങൾ എടുത്തിട്ട് പലതും സപ്പോർട്ടിംഗ് ആയിട്ടുള്ള വാക്യങ്ങൾ എടുത്ത് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോഴേ അത് ആത്മീയമായിട്ടുള്ള എഡിഫിക്കേഷൻ നമുക്ക് കൊടുത്തില്ലെങ്കിൽ, ഒരു വ്യക്തിയെ എൻകറേജ് ചെയ്ത് ഉയർത്തിക്കൊണ്ടുവരാൻ സാധ്യമായില്ലെങ്കിൽ അതിലെന്തോ പോരായ്മയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പൗലോസിൻ്റെ തെസ്സലോനിക്കയിലുള്ള ശുശ്രൂഷ പ്രധാനമായിട്ട് ഈ രീതിയിലായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. 7 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈ 7 കാര്യങ്ങൾ ഇന്നും ശുശ്രൂഷയുടെ മുഖത്ത് നമുക്കൊരു വലിയ ഇൻഡിക്കേറ്റീവ് ഫാക്ടേഴ്സായിട്ട് നമ്മുടെ മുകളിൽ നിൽക്കുകയാണ്. ഒന്ന്, സ്പീക്കിംഗ് ദ ഗോസ്പൽ വിത്ത് മച്ച് ഒപ്പോസിഷൻ, ഒരുപാട് പ്രയാസങ്ങളിടയിലെ സുവിശേഷം അറിയിക്കും. രണ്ടാമത്, ഹോളിനെസ് ഇൻ ദ മിനിസ്ട്രി, ഹിപ്പോക്രസി ഇല്ലാതെ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റൈല്. മൂന്നാമത്, ദൈവം അപ്രൂവ് ചെയ്ത ഒരു ശുശ്രൂഷ. നാലാമത് പറഞ്ഞ പേരൻ്റൽ ലവ്, അപ്പനും അമ്മയും നിങ്ങളെ നോക്കുന്നത് പോലെ നിങ്ങളെ നേഴ്സ് ചെയ്ത് കമ്പാഷനോടുകൂടി നിങ്ങളെ കെയർ ചെയ്ത് നിങ്ങളെ എക്സോർട്ട് ചെയ്ത് നിങ്ങളെ എൻകറേജ് ചെയ്ത് നിങ്ങളെ ഇംപ്ലോർ ചെയ്ത് ഞാൻ ചെയ്ത ശുശ്രൂഷ. അഞ്ചാമത്, ജീവനും കൂടി വെച്ചു കൊടുക്കുന്ന ഒരു ശുശ്രൂഷ. ആറാമത്, സ്വന്തം കയ്യാൽ അധ്വാനിച്ച് നിങ്ങൾക്ക് ഭാരമായി തീരരുത്, അതിനാവശ്യമായിട്ടുള്ള പണമെല്ലാം സ്വന്തം കയ്യാൽ അധ്വാനിച്ച് ഞാൻ കൊണ്ടുവന്നു നിങ്ങൾക്കാർക്കും ഭാരമായി തീരാതിരിക്കാൻ. ഏഴാമത്, സ്പീക്കിംഗ് ട്രൂത്ത് ആൻഡ് ഈ ട്രൂത്ത് ഡയല്യൂട്ട് ചെയ്തല്ല, ദൈവവചനം പറയേണ്ടതുപോലെ ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് തന്നു, അതുകൊണ്ട് നിങ്ങളത് അക്സെപ്റ്റ് ചെയ്തു, അത് ഓർത്ത് ഞാൻ നിങ്ങളെ സ്തുതിക്കുന്നു. ഈ 7 പോയിന്റ് ഏറ്റവും പ്രധാനപ്പെട്ട 7 പോയിന്റാണ് ശുശ്രൂഷയിൽ. ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുകയാണ്, ഈ 7 പോയിന്റ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ 7 പോയിന്റ് അനുസരിച്ച് ഏതെങ്കിലും സഭ, ദൈവസഭ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ വലിയൊരു ഗ്രോത്ത് ഉണ്ടാവും. അവിടെ വലിയ രീതിയിൽ ആളുകൾ കൂടും. അനേകം ആളുകൾ സഭയോട് ആഡ് ചെയ്യപ്പെടും. ഇന്ന് പലപ്പോഴും ഇത് 7 കാര്യങ്ങളും ആ പറയുന്ന രീതിയിൽ നടക്കുന്നില്ല. ഒരു സഹോദരന് അല്ലെങ്കിൽ ഒരു സഹോദരിക്ക് സഭയിലുള്ളവർക്ക് ഉള്ളൊരു നീഡ് മനസ്സിലാക്കി അവരോട് പ്രതികരിക്കുന്ന കാര്യത്തിൽ, ദൈവത്തിൽ നിന്ന് ആലോചന എടുക്കുന്ന കാര്യങ്ങളിൽ, പ്രാക്ടിക്കലായിട്ട് ജീവിക്കുന്ന കാര്യങ്ങൾ, ജീവൻ കൂടി വെച്ചു കൊടുക്കുന്ന കാര്യങ്ങളിൽ, പണത്തിൻ്റെ കാര്യത്തിൽ, അതുപോലെ ഹോളിനെസ്സിൻ്റെ കാര്യത്തിലൊക്കെ ഇന്നും ഒരുപാട് ഡയല്യൂഷൻ വന്നിട്ടില്ലേ എന്ന് നമ്മൾ ചിന്തിക്കുക. തീർച്ചയായും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് നമ്മളൊന്ന് ഏറ്റു പറയുക, കർത്താവേ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്, എന്നാൽ ഞാൻ എന്നെ തന്നെ ഒന്ന് വർക്കൗട്ട് ചെയ്യുവാനായിട്ട് എന്നെ നീ സഹായിക്കണമേ എന്ന് പറയൂ. ഒരു ഡിസിഷൻ എടുക്കുമോ നിങ്ങൾ? എൻ്റെ ശുശ്രൂഷയുടെ മുഖത്ത് എനിക്ക് അങ്ങനെ ഒരു പാളിച്ച വരാതിരിക്കാൻ കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണമേ എന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കൂ. അങ്ങനെയാണെങ്കിൽ തെസ്സലോനിക്ക സഭയിൽ ഉണ്ടായ വലിയ കാര്യം, അതിനേക്കാളും വലിയൊരു കാര്യം ഇന്ന് നമ്മുടെ ഈ സഭകളിൽ ഉണ്ടാവും. തീർച്ചയായും ദൈവം നമ്മളതിന് സഹായിക്കട്ടെ. നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ഇത് വലിയ ചേഞ്ചസ് ഉണ്ടാക്കും. ഓരോ ജീവിതങ്ങൾ വലിയ ചേഞ്ചസ് ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും, അതുപോലെ നിങ്ങൾ ഇതുവരെയും ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ മുമ്പോട്ടുള്ളതൊക്കെ എപ്പിസോഡിൽ നിങ്ങളെടുത്ത് കാണണം. അതുപോലെ ആദ്യം കാണുന്നവർ അതിനകത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ അതിനകത്ത് നമ്പറിൽ അയച്ചു തരണം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങൾ തെസ്സലോനിക്ക സഭയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവേ കുറേ ക്വാളിറ്റീസ്, ശുശ്രൂഷയുടെ ചില ക്വാളിറ്റീസ് ഞങ്ങളെ ചിന്തിച്ചല്ലോ. ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലെ ഈ ദിവസങ്ങളിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ കർത്താവെ ഹോളിയായിട്ട്, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ കർത്താവെ നിൻ്റെ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിൽ കൂടി പ്രവർത്തിക്കുവാൻ, ജീവൻ കൂടി വെച്ചു കൊടുക്കുന്ന വലിയ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ദൈവവചനം കൈകാര്യം ചെയ്യുന്നതിലും ദൈവമേ അതൊന്നും ഡയല്യൂട്ട് ചെയ്യാതെ അത് എഴുതിയിരിക്കുന്ന അതേ കോണ്ടെക്സ്റ്റിൽ തന്നെ അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് വ്യാഖ്യാനിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുവാനും കർത്താവെ ഞങ്ങളെ നീ സഹായിക്കുകയും ഇടവരുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറവുകൾ ഞങ്ങളോട് ഓർക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് ഓരോ ആവശ്യങ്ങളിരിക്കുന്നവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആവശ്യത്തിന് നീ നല്ല തുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് വെയിറ്റ് ചെയ്യുന്ന ചില വ്യക്തിത്വങ്ങൾ കർത്താവെ, ചില പേരൻസ് ഇത് കണ്ട് പ്രാർത്ഥിക്കുന്നു. ആ പേരൻസിൻ്റെ അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് തടസ്സമായിരിക്കുന്നതെല്ലാം ഈ ദിവസങ്ങളിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ഉദ്ദേശിച്ച ആ സ്റ്റഡീസിൽ ജോയിൻ ചെയ്യത്തക്ക രീതിയിൽ നിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രയാസമുള്ള രോഗങ്ങളെ കർത്താവെ നീ വിടുതൽ കൊടുക്കണമേ. ആസ്മ പോലുള്ള പ്രയാസങ്ങൾ കൂടി കർത്താവെ കടന്നു പോകുന്നവരെ നീ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സീസണിലല്ലാത്തതും പെർമനൻ്റായിട്ടുള്ള ശ്വാസം മുട്ടുപോലെയുള്ള അസുഖങ്ങളെ ദൈവം കാണിച്ചു തരുന്നു. ഈ ദിവസങ്ങൾ കർത്താവെ നീ വലിയൊരു വിടുതൽ അതിൽ കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ നീ അനുഗ്രഹിക്കുന്നവർക്ക് സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങളിവരൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം നിൻ്റെ വലിയ വിടുതലുകൾ കാണുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുവാനായിട്ട് ഈ ദിവസങ്ങൾ സഹായിക്കുക ഇടവരുത്തുകയും ചെയ്യണമേ. പ്രാർത്ഥന കേട്ടവർക്ക് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. തുടർന്ന് അത് വായിച്ച് ചെയ്യണം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.